അല്ല ജാഫർ അങ്കിൾ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ബിഗ് ബോസ് ക്രൂവിനെതിരെ ഞാൻ പറഞ്ഞ മറ്റേ ഈ പാവയുടെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ബിഗ് ബോസ് ക്രൂവിനെ കുറിച്ചും അവരെ കുറിച്ചും ഒന്നും ഞാനൊരു കുറ്റവും പറഞ്ഞില്ല. അപ്പോൾ ഇന്നലത്തെ സിബിന്റെ ലൈവിൽ നടന്ന കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻസ് ആണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിബിൻ അതിനകത്ത് രണ്ടുമൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. മെയിനായിട്ട് പറയുന്ന ടെഡി ബിയറിന്റെ ഒരു കേസ് പറയുന്നുണ്ടായിരുന്നു. അതായത് ടെഡി ബിയർ അകത്ത് കയറ്റാൻ പറ്റത്തില്ലെന്നും ബിഗ് ബോസ് ക്രൂ ആയിട്ടൊക്കെ ഈ പറയുന്ന ജാസ്മിന്റെ വാപ്പ എന്തൊക്കെ പ്രശ്നമായെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പം നിലവിൽ ജാസ്മിന്റെ വാപ്പ പറയണത് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല, ഇത് ശരിക്കും ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ചർച്ച ചെയ്തിട്ടില്ല, ബിഗ് ബോസിനെ പറ്റി ഞാൻ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല, അവർക്ക് എന്തെങ്കിലും കുറ്റമുണ്ടോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ ഇങ്ങനെയുള്ള രീതിയിലല്ല സംസാരിക്കേണ്ടതെന്നാണ് ജാസ്മിന്റെ വാപ്പ പറയണത്. ഇത് ഇവരുടെ ഒരു ജാസ്മിൻ വാരിയസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, അതിനകത്ത് വന്ന ഒരു സംഭവമാണിത്. ഇന്നലെ അവരൊരു ലൈവ് പോയിട്ടുണ്ടായിരുന്നു, ദിയാസനയും പിന്നെ അതിനകത്തുള്ള അഡ്മിൻസ് എങ്ങാണ്ടായിട്ടൊരു ലൈവ് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ജാസ്മിന്റെ വാപ്പയുടെ വോയിസ് കേൾപ്പിക്കുന്നുണ്ട്. അപ്പൊ അതെന്തായാലും ഒന്ന് കേട്ടു നോക്കാം. എല്ലാം സംസാരിച്ചിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളെല്ലാവരും നമ്മള് തെറ്റും കുറ്റങ്ങളും എല്ലാവർക്കും പറ്റുന്നതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബിഗ് ബോസ് ക്രൂവിനെ കുറിച്ചും അവരെ കുറിച്ചും ഒന്നും ഞാനൊരു കുറ്റവും പറഞ്ഞില്ല. അത് അവർക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അവര് തീർത്തോട്ടെ, അതിലൊന്നും എനിക്കില്ല. എനിക്ക് അവരോടൊരു ഞാൻ അവരോടത്ത് ഈ പാവയെ കുറിച്ചോ ഒന്നും, പാവ കയറ്റിക്കൊണ്ട് ഞാൻ കൊണ്ടുപോകണം എന്ന് ബിഗ് ബോസിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പാവയെ കയറ്റിയ കാര്യം ഞാൻ പറഞ്ഞു, എനിക്ക് പാവയെ എനിക്ക് ഉള്ളിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്ര തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ഒക്കെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ കേട്ടല്ലോ, ആർക്കെങ്കിലും ഒക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ പേഴ്സണലി തീർത്താൽ മതി, അല്ലാതെ എന്റെ കാര്യം കൂടെ ആവശ്യമില്ലാതെ വലിച്ചിടണ്ട എന്നാണ് ജാസ്മിന്റെ വാപ്പ പറയുന്നത്. ഇനി ഇതിന് സിബിൻ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇത് സിബിനും ജാസ്മിന്റെ വാപ്പയും തമ്മിൽ നടന്ന ഒരു കോൺവെർസേഷൻ ആണ്. സിബിൻ കൊടുത്തൊരു എക്സ്പ്ലനേഷനും കൂടി ഒന്ന് കേട്ടു നോക്കാം. അതായത് സിബിൻ ജാസ്മിന്റെ വാപ്പയ്ക്ക് വാട്സാപ്പിൽ അയച്ച വോയിസ് ക്ലിപ്പ് ഈ ഒരു വിഷയം ചോദിച്ചപ്പോൾ, ഈ ഒരു ടെഡി ബിയറിനെ സംബന്ധിച്ച്. അല്ല ജാഫർ അങ്കിൾ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ബിഗ് ബോസ് ക്രൂവിനെതിരെ ഞാൻ പറഞ്ഞ മറ്റേ ഈ പാവയുടെ കാര്യമാണ് പറഞ്ഞത്. അത് നടന്ന കാര്യമല്ലേ. അതിപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിലും ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ അത് ഓൾറെഡി യൂട്യൂബിൽ ഇന്നലെ തന്നെ യൂട്യൂബേഴ്സ് ഇട്ടു അത്. കാര്യം അവിടെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇൻഫർമേഷൻ കൊടുക്കാനും ആൾക്കാരുണ്ട് അങ്കിൾ. അപ്പോൾ ഓൾറെഡി ഇത് യൂട്യൂബേഴ്സ് പറഞ്ഞ കാര്യം ഞാൻ എടുത്ത് പറഞ്ഞത്. ഈ പാവയുടെ കാര്യമൊക്കെ ഓൾറെഡി അതിൻ്റെ പേരിലാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ടായെന്നാണ് നമ്മൾ സംസാരിച്ചത്. അത് ഓൾറെഡി യൂട്യൂബേഴ്സ് പറഞ്ഞ കാര്യം ഞങ്ങൾ എടുത്ത് പറയില്ല, അത് വേറെ പറഞ്ഞതല്ല. അപ്പം അത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്ന്. സിബിൻ പറയണത് ഓൾറെഡി അത് യൂട്യൂബേഴ്സ് പറഞ്ഞ കാര്യമാണ്, ഞാൻ എടുത്ത് പറഞ്ഞതാണ്. പക്ഷെ സിബിന്റെ ലൈവിനകത്ത് വ്യക്തമായിട്ട് പറയണത് ഇതണക്ക് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ജാസ്മിന്റെ വാപ്പ ഇതണക്ക് അവിടെ ചെന്നപ്പം ഈ പറയുന്ന പോലെ ടെഡി ബിയർ കയറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ക്രൂ മെമ്പേഴ്സുമായിട്ട് പ്രശ്നമായപ്പം ഞാൻ നാട്ടിലെ എനിക്ക് ടിക്കറ്റ് എടുത്ത് തരണം, ഞാൻ തിരിച്ചു പോകാന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ ഇഷ്യൂസ് നടന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം നിലവിൽ പറയണത് ഇങ്ങനെയാണ്. മേ ബി ഇനി എന്താണ് പുള്ളി ഉദ്ദേശിച്ചതെന്ന് അറിയത്തില്ല, ഇനി സംസാരിച്ച് വന്നപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടോന്ന് അറിയില്ല. പക്ഷെ ഇപ്പം ജാസ്മിന്റെ വാപ്പ പറയണത് ഇങ്ങനെ സംഭവമേ ഇല്ല, ഞാൻ അങ്ങനെ കുറ്റം പറഞ്ഞിട്ടില്ല, അതാണ് ഇതാണെന്നൊക്കെയാണ് പറയണത്. എന്തുവാണ് ഇതൊക്കെ സത്യം പറഞ്ഞാൽ? നിങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ട് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് പിന്നെ വന്ന് ഇങ്ങനെയൊക്കെയുള്ള ഒരു സംസാരത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ജാസ്മിന്റെ വാപ്പ ഈ പറയുന്ന സീക്രട്ട് ഏജന്റുമായിട്ട് ഇങ്ങനെ സംസാരിച്ച കാര്യങ്ങളും ബാക്കിയുള്ള പേഴ്സണൽ കാര്യങ്ങളും ഒരിക്കലും വേറൊരാളുടെ അടുത്ത് പോയി ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് സിബിനും മറ്റേ ആര്യയുടെ കേസ് എനിക്കറിയില്ല, എന്തായാലും സിബിൻ ബിഗ് ബോസുമായിട്ട് എതിരെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഇടത്ത് നിന്ന് സംസാരിക്കുമ്പം അഫ്കോഴ്സ് അത് സിബിന്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഒരു സീൻ കിട്ടിക്കഴിഞ്ഞാൽ സിബിൻ ഓപ്പൺ ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയും. കാരണം സിബിൻ അത് മറച്ചു വെക്കേണ്ട കാര്യമില്ല, അല്ലേ? അപ്പൊ എനിക്ക് അങ്ങനെയാണ് അതിനകത്ത് ഫീൽ ചെയ്യുന്നത്. പിന്നെ സിബിൻ പറഞ്ഞ വേറൊരു കേസ് മുന്നയുടെ കേസ്, അതായത് മുന്നേ 3 വർഷത്തിന് മുന്നേ ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താ ആ ചാറ്റ് എന്താ പുറത്തു വിടാത്തതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാനാണ് മുന്നേടെ ആ ചാറ്റ് പുറത്തു വിട്ടത്. അപ്പം അതിനകത്ത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് അത്രേ ഉള്ളായിരുന്നു. അതായത് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നു, ഞാൻ ഈ പറയുന്ന നോറയുടെ നമ്പർ ആരാ കൊടുത്തതെന്നുള്ളതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ മാത്രം കൊടുക്കുന്നു, നിർത്തുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ വേറൊരു ചാറ്റ് അവിടെ ഉണ്ടായിരുന്നു, അതായത് ഈ 3 വർഷത്തിന് മുന്നേ ഉള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതെന്താണെന്ന് മുന്നേ നല്ല വ്യക്തമായിട്ട് നമ്മുടെ ഹെലനോസ് പാർട്ടയുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഹെലന്റെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിന്റെ വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെ ഉണ്ട് മുന്നേടെ. എന്തായാലും ഒന്ന് കേട്ടു നോക്കാം. ബിഗ് ബോസിന് മുമ്പേ എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഞാൻ നമ്പർ കൊടുത്തതും വിളിച്ചതും ഒരു 1.5-2 കൊല്ലത്തിന്റെ മേലായി. നമ്പർ കൊടുത്തിട്ടും കോണ്ടാക്ട് ചെയ്തിട്ടും അത് കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. അതിന് ഇന്നതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തേണ്ട കാര്യം എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അതായത് അതിന് മുന്നത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പിന്നെ ഇത് 2 കൊല്ലം മുന്നെയാണ് ആ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്.
അപ്പോൾ സിബിൻ ചേട്ടൻ പറഞ്ഞു നിങ്ങളാണ് ആ വ്യക്തി എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ 2 കൊല്ലം മുന്നേ നമ്പർ കൊടുത്തത് എന്തിനാ ഈ ഷോയിൽ സംസാരിച്ചത്. ശരിക്കും മുന്നേ പറയുന്നത് കേട്ടല്ലോ, മുന്നേ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് മുമ്പേ കൊടുത്ത നമ്പർ ആയിരുന്നു, അല്ലാതെ ഈ റീസെന്റ് ഒന്നും കൊടുത്തതല്ല. അപ്പം ഇവർ എല്ലാവരുടെയും കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഉള്ള പ്ലാനിങ് ആണോ എന്നാണ് ഒബ്വിയസ്ലി എല്ലാവരും ചിന്തിക്കുന്നത് എങ്ങനെയാണ്. അപ്പൊ അതിന്റെ കാര്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഈ 3 വർഷത്തിന്റെ കേസ് സംസാരിച്ചെന്ന് പറയുന്നുണ്ടല്ലോ, ഈ 3 വർഷത്തിന് മുന്നേ ഈ ടാങ്കോയിൽ ആപ്പിൽ ഉണ്ടായിരുന്നോ, അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടല്ലോ. ആ ഒരു സിബിനാണ് ശരിക്കും മുന്നേടുത്ത് അങ്ങോട്ട് ചോദിക്കുന്നത് ഈ പറയുന്ന ടാങ്കോ ഇഷ്യൂവിനെ പറ്റിയിട്ട്. എന്നാലും അതുകൂടെ കേൾക്കാം. ഈ ടാങ്കോ സ്റ്റോറീസ് ഒക്കെ ട്രൂ ആണോ? ദാറ്റ് ദേ ബോത്ത് ഹാഡ് അക്കൗണ്ട് ഇൻ ടാങ്കോ. അപ്പം അതിന് മുന്നാക്ക ഉത്തരം പറയുന്നു, ഇവരൊക്കെ ടാങ്കോ ഉണ്ടായിരുന്നു. ജാസ്മിൻ, നൂറ, ഷെനു, ഫൗസിയ, ഹെലൻ, ലുലു, അങ്ങനെ കുറെ ആൾക്കാർ കുറെ മുന്നേ. ഇപ്പോൾ അത് വെറും ഒരു അങ്ങനെയുള്ളൊരു പ്ലാറ്റ്ഫോം ആയിക്കുന്നു. പണ്ട് അങ്ങനെ അല്ലായിരുന്നു, നല്ല രീതിയിൽ ലൈവ് ചെയ്യുന്നവരായിരുന്നു ഞാൻ പറഞ്ഞ എല്ലാവരും. ബ്രോ ഇത് എത്ര നാൾ മുന്നത്തെ ആണെന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട് ഒരു 3 years ബാക്കാണ്. ഇതാണ് ആ 3 years ബാക്കിലുള്ള കഥ. അപ്പൊ ഇതാണ് സംഭവം. ഇത് 3 years ബാക്കിന് മുന്നേ ഉള്ള ഒരു സംഭവമാണെന്ന് വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നു. അപ്പൊ അതാണ് ശരിക്കും സിബിനെടുത്ത് പറഞ്ഞത്, ഈ 3 വർഷം എന്നുള്ളൊരു സാധനം അവിടെ മെൻഷൻ ചെയ്ത് പറഞ്ഞത്. അപ്പം ഇത് ഇങ്ങനെയൊക്കെ വന്നിരുന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ ലൈവിൽ വന്നിരുന്ന് പറയുമ്പം ഇത് ഭയങ്കര തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നുണ്ട്. കാര്യം എനിക്കിപ്പോൾ ഈ പറയുന്ന ജാസ്മിൻ്റെ വാപ്പ പറയുന്നത് വിശ്വാസമില്ല, സിബിനും പറയാത്ത വിശ്വാസമില്ലാത്തൊരു രീതിയിലോട്ടാണ് പോകുന്നത്. കാര്യം ഇത് എന്തോന്നത്, നിങ്ങൾ വന്നിരുന്ന് മറ്റേ ഒരിക്കൽ പറഞ്ഞു എന്ന് പറയും, പിന്നെ പറഞ്ഞില്ല എന്ന് പറയും. അങ്ങനല്ല, ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുന്നതാണ് അതിന്റെ വൃത്തി. പ്രത്യേകിച്ച് ഇത്രയും കോൺട്രവേഴ്സിയൊക്കെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ജാസ്മിന്റെ പേര് കേട്ടാലേ അറിയാം ഫുള്ള് ഇതാണ്, എന്താണ് കോണ്ടന്റ് ആണ്, എല്ലാവർക്കും അത് തന്നെയാണ്. അൾട്ടിമേറ്റ്ലി അത്രേ ഉള്ളൂ. ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.